ബ്രെഡും ഉരുളൻകിഴങ്ങും മാത്രം ഉപയോഗിച്ചിട്ട് പിന്നെ വീട്ടിലത്തെ കുറച്ച് ഐറ്റംസുകൾ മാത്രം മതി നമുക്ക് ഇതേപോലെ നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പത്തിലേ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ? ആയോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ ഒരു സ്നാക്സാണ് ഉണ്ടാക്കണം. അതായത് ബ്രെഡും ഉരുളൻകിഴങ്ങും വെച്ചിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ നോക്കിയാൽ നമ്മളിതാ ഒരു ഉരുളൻകിഴങ്ങ് വേവിച്ച് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 4 ബ്രെഡാണ്. ഈ 4 ബ്രെഡിൻ്റെ 4 സൈഡ് നമുക്ക് കളയണം കേട്ടോ. ഈ ഉൾവശം മാത്രമാണ് നമ്മൾ എടുക്കുക. പിന്നെ അതേപോലെ ഒരു സബോള ഇതേപോലെ ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു പച്ചമുളക്, 2 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കുക. പച്ചമുളക് നമുക്ക് ചെറുതാക്കി വട്ടത്തിൽ നുറുക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ബ്രെഡിൻ്റെ നോക്കിയാൽ നമുക്ക് ഈ 4 സൈഡും കട്ട് ചെയ്ത് നീക്കാം. ഈ കട്ട് ചെയ്ത് നീക്കിയതും പിന്നെ അതേപോലെ തന്നെ നമുക്ക് ബ്രെഡിൻ്റെ കുറച്ച് പൊടികൾ വേണം. അപ്പോൾ കുറച്ച് ബ്രെഡും അതേപോലെ ഈ കട്ട് ചെയ്ത് നീക്കിയതും കൂടിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഉരുളൻകിഴങ്ങിനെ നമുക്ക് ഇതേപോലെ തന്നെ കൈ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് ഉരുളൻകിഴങ്ങ് നമുക്ക് പൊടിച്ചെടുക്കാം. നമുക്ക് കട്ട് ചെയ്ത ബ്രെഡ് ഉണ്ടല്ലോ, കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ പൊടിച്ചിടാം കേട്ടോ. ഇതേപോലെ കൈ കൊണ്ട് പൊടിച്ചിട്ടിട്ട് ഇതിലേക്ക് നമ്മളിതാ ഉരുളൻകിഴങ്ങ് ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞെടുത്ത സബോള ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതേപോലെ നമ്മൾ അരിഞ്ഞ പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് നോക്കിയാൽ മുളക് പൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എരിവിനനുസരിച്ച് കൂട്ടി കുറച്ചൊക്കെ ചെയ്യാൻ നമ്മളിതിപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടിക്ക് നമുക്ക് കുറവ് മതി കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ കൂടുതലൊന്നും വേണ്ട. ഇതിന് നമ്മുടെ എന്താ പറയുക ഉരുളൻകിഴങ്ങിന് ആവശ്യമുള്ള ഉപ്പ് വേണ്ടോ. അപ്പോൾ ഇത്തിരിയോളം ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചൊക്കെ നോക്കിയിട്ട് നമ്മൾ ടേസ്റ്റ് വായിലൊന്ന് വെച്ച് നോക്കാം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നോക്കിയേ നമ്മൾ ഇതേപോലെ കുഴച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഉരുട്ടാന്ന് വെച്ചാൽ കയ്യിൽ ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഉരുട്ടിയെടുക്കാം. ഒന്നെങ്കിൽ ബോൾ പോലെ ഉരുട്ടിടാം, അതല്ലെങ്കിൽ ഇങ്ങനെ ചപ്പാത്തി ഷേപ്പ് പോലെ ഒന്ന് കൈ കൊണ്ട് അമർത്തിയിട്ട് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്തിടാം കേട്ടോ. അപ്പോൾ നോക്കിയാൽ നമ്മളിതാ ഇതേപോലെ കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതാ ബ്രെഡ് നമ്മൾ അതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലൊന്ന് ഇങ്ങനെ മുക്കി എല്ലാതും ഇതേപോലെ തന്നെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഇനി എല്ലാം ആക്കിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നോക്കിയേ നമ്മളെല്ലാതും ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ തീ കത്തിച്ച് ഒരു പാൻ നമ്മൾ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. പാൻ ചൂടായി വന്നു. അതിലേക്ക് നമുക്കിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് പരന്ന് കിടക്കാവുന്ന രീതിയിലാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കാരണം നമ്മുടെ ഈ ബ്രെഡിൻ്റെ ഇത് മുങ്ങി കിടക്കേണ്ട വെളിച്ചെണ്ണയിൽ ആ രീതിയിൽ, അതായത് ബ്രെഡ് ഇട്ട് കഴിഞ്ഞാൽ പകുതിയോളം ബ്രെഡ് വെളിച്ചെണ്ണയിൽ കിടക്കണം. ആ രീതിയിലാട്ടോ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടാവട്ടെ. വെളിച്ചെണ്ണ ഇതാക്കിയ ചൂടായി വന്നു. അതിലേക്ക് നമുക്കിതാ ഓരോന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ തീ ഇത്തിരി കുറവിൽ വേണം കേട്ടോ ഇതാക്കിയെടുക്കാനായിട്ട്. കാരണം തിരിച്ചു മറിച്ചൊക്കെ ആയിട്ട് നമ്മളിത് ചെയ്തെടുക്കണം.
നന്നായിട്ട് തീ കൂട്ടി വെക്കരുത്, തീ കുറവിൽ തന്നെ വേണം കേട്ടോ ആക്കിയെടുക്കാൻ. നമുക്കുണ്ടല്ലോ അതാ ഒന്ന് മറിച്ചിടാം കേട്ടാ. ഈ ഒരു കളറാണ് നമുക്ക് ആവശ്യം. അപ്പം നമ്മൾ എല്ലാ സൈഡും ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇനി നോക്കി നമ്മളിതാ ഈ സൈഡൊക്കെയും ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ ആ രീതിയിലൊന്ന് സൈഡൊന്നും ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഈ സൈഡ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് ആ ബാക്കിലായി കഴിഞ്ഞ് പിന്നെ ഈ സൈഡ് ആക്കി വയ്ക്കണം. അപ്പോൾ നോക്കി നമ്മുടെ ബ്രെഡ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഇതേപോലെ വെളിച്ചെണ്ണ വാർന്നു പോകുന്ന ഒരു പാത്രം എടുത്തിട്ട് നമുക്കതിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പം നോക്കിയേ, നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോൾ എന്താ പറയുക പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണതാണ് കേട്ടോ. ആദ്യം സമയം ഒന്നും വേണ്ട. ബ്രെഡും പിന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും പിന്നെ ഉരുളൻകിഴങ്ങ് അത്രയും മതി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പം ഞാനിനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഷായറ്റിനെ വിളിച്ചിട്ട് വരട്ടെ. അപ്പോൾ ഇത് ചൂടാറട്ടെ. കണ്ടോ, ഇതേപോലെ നമുക്ക് എടുത്ത് കഴിക്കാം കേട്ടോ. നല്ല ചൂടുണ്ട്. ഞാൻ ഷായറ്റിനെ വിളിക്കട്ടെ ടേസ്റ്റ് ചെയ്യാൻ. ടൊമാറ്റോ സോസ് ഇട്ടാ, അതായത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ സോസിൽ മുക്കി കഴിക്കാനായിരിക്കും കൂടുതലിഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. ശരിട്ടാ, നമുക്കൊന്നും ഇതിന്റെ ആവശ്യമില്ല കേട്ടോ. ടൊമാറ്റോ സോസിന്റെ ആവശ്യമില്ല. ശരിക്കും ആവശ്യമില്ല. നമ്മളൊക്കെ ഇങ്ങനെ കഴിക്കും. പക്ഷെ ഇതൊക്കെ പിള്ളേർക്ക്, അതായത് ഇവിടെ കൂടുതൽ പിള്ളേരെ ഞങ്ങളുടെ മക്കളെ തന്നെ ഉപയോഗിക്കുള്ളൂ. നമ്മള് ഇതില്ല ശരിക്കും. എനിക്കിതാ വേണ്ടോ നോക്കിയാ, അടിപൊളി സാധനമാണ്. പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമാവെന്നാ പറയുന്നത്. നല്ല ഇഷ്ടവും. സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കുഴപ്പമില്ല, അടിപൊളി തന്നെയാ. കഴിക്കാനൊക്കെ രസം തന്നെയാ. ഇതൊന്നും വേണ്ട നമുക്ക്. നോക്കിക്കേ, നല്ല രസമാട്ടാ. നമ്മള് കട്ട്ലൈറ്റ് ഒക്കെ അടിക്കണോ, നല്ല മരുമരിപ്പ് ഇങ്ങനെ പുറത്തുണ്ടാവും, ഉള്ളിലുണ്ടാവില്ലേ പുറമശം. അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കിയോളാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടാ. അപ്പൊ നിർത്തല്ലേ. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാ.